ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. അതായത് നമ്മളുടെ കാർഡ്ബോർഡ് കൊട്ടാരത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ. കാർഡ്ബോർഡ് കൊട്ടാരം എല്ലാവരും കണ്ടോ? ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കുന്നതെന്നുള്ളത്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് മതിലും കെട്ടി, ഒന്ന് പെയിൻ്റ് അടിച്ച്, ഒന്ന് കുട്ടപ്പനാക്കി എടുക്കുക ഈ വീടിനെ. അത് തന്നെയാണ് നമ്മളിതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എന്താ പറയുന്നത്, മതിൽ കെട്ടുന്നതിന് പകരം ഞാൻ ഒരു ഡിസൈൻ പോലെ ചെയ്തേക്കുന്നത് ഈർക്കിൽ കൊണ്ടിട്ടാണ്. ഈ ഈർക്കിലിന് പകരം ടൂത്ത് പിക്കും എടുക്കാം. അപ്പം എന്തായാലും നമ്മളുടെ ആ ഒരു ബേസ് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആയിരുന്നു? 25 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ ആ 25 സെൻറ്റിമീറ്ററിനെ 5 5 5 5 എന്ന് പറഞ്ഞിട്ട് ഇത് പോണക്ക് ഒന്ന് അടയാളം ചെയ്ത് കൊടുത്തു. ഇനി നമുക്കെന്താ, ഗ്ലൂ ഗണ്ണാക്കുന്നു, നമ്മളുടെ ആ ഈർക്കിലിനെ കുത്തി കൊടുക്കുന്നു, വീണ്ടും അതേ പ്രോസസ്സ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫുള്ളും ഒന്ന് ഈർക്കിൽ കൊണ്ടൊന്ന് നമ്മളുടെ എന്താ പറയുന്നത്, ആ ഒരു കമ്പി കുത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പീസ് ബോർഡാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമുക്കതുകൊണ്ട് ആ ഒരു സൈഡ് ഫുള്ളായിട്ട് നമുക്ക് വേണം. കണ്ടേ, ഇത് ഇത്ര അളവിലുള്ള ഒരു പീസ് ബോർഡ് എടുത്തിട്ട് ഈ ഒരു സ്കെയിലിൻ്റെ അളവ് കണ്ടോ, അത് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനെ എടുത്തിട്ട് അതിൻ്റെ പകുതി, അതിനെ നമ്മൾ രണ്ടായിട്ട് എടുക്കുക, അതിൻ്റെ പകുതി എടുക്കുക. അതിന് ശേഷം അതിനകത്തൂടെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇത് തന്നെയാണ് ഞാൻ ഫുള്ളി ചെയ്തേക്കുന്നത്. അപ്പം ഇത് തന്നെ നമുക്ക് ആ എല്ലാ സൈഡിലും മുകളിലും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് വീടിന് വാതിൽ വേണ്ടേ, ഞാനത് ഓർക്കാതെ എല്ലാം അങ്ങ് കുത്തി വെച്ച് കൊടുത്തു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പം ആ ഒരു സൈഡിൽ 2 എണ്ണം മതി. അപ്പം ഇതാണ് നമ്മളുടെ ഏകദേശം വീടിൻ്റെ മതിലും കാര്യങ്ങളും ഒക്കെ സെറ്റായി. ഇനി നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. വീടിൻ്റെ എല്ലാ ഭിത്തിയിലും ഞാൻ വൈറ്റ് പെയിൻ്റാണ് അടിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് ആദ്യം ഞാൻ ജനലും കതകും എല്ലാം മഞ്ഞ കളറിൽ കൊടുത്തു. പക്ഷേ അവസാനമായപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ബോറ് പോലെ തോന്നിയുകൊണ്ട് ഞാനാണെങ്കിൽ കതകിനും ഉൾഭാഗത്തും ബ്ലാക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് കുറച്ചുകൂടി ഒന്ന് വൃത്തിയായിട്ട് തോന്നിയെന്ന്. അപ്പം ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പം ഈ മതിലിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ തറയിൽ പച്ച കളറാണ് അടിച്ചു കൊടുത്തേക്കുന്നത്. പച്ച കളർ എന്ന് പറയുമ്പം ഈ ഗ്രാസ് ആ ഒരു ഇതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തേക്കുന്നത്. എന്തായാലും വീടിൻ്റെ ഔട്ട്പുട്ട് ഏകദേശം എനിക്കിഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണേ. ആകെ 3 മിനിറ്റേ ഉള്ളൂ, പക്ഷേ നല്ല ടാസ്ക് എടുത്ത് ചെയ്ത പരിപാടിയാണിത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കത്തില്ലല്ലോ. എന്തായാലും ഈ വീട് എങ്ങനെ ഉണ്ടെന്നും ഇതിനെന്തെങ്കിലും മാറ്റം വരുത്തണമെന്നോ ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തുവാന്ന് വെച്ചാൽ ആയിക്കോ, അത് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് എൻ്റെ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന്. എന്തായാലും ഇതൊക്കെ ആയി. എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ.